പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം സ്വീകരിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് നൽകുന്നു. എന്തുകൊണ്ടാണ് തിരുരക്തം സ്വീകരിക്കുന്നത്? രക്തത്തെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ലേവ്യരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാം വാക്യം നാം മനസ്സിലാക്കണം. അതിപ്രകാരമാണ്: ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. രക്തം കൊണ്ടാണ് പാപപരിഹാര ബലി നൽകിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് രക്തം നൽകിയിരിക്കുന്നത്. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. രക്തം പാപപരിഹാര ബലിയായതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ രക്തം നാം സ്വീകരിക്കുന്നത്. ഈശോയുടെ രക്തം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണത്തെ നാം സ്വീകരിക്കുക എന്നതാണ്. മരണത്തിലൂടെ പാപത്തോട് വിട പറയാനുള്ള കൃപ ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമുക്ക് കൃപ ലഭിക്കുകയാണ്. മരിക്കാൻ, പാപത്തിന് മരിക്കാൻ, ഉദ്ധാരണം ചെയ്യാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ ശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഈശോയുടെ ശരീരത്തിന്റെ കൃപ, ജീവന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, പാപത്തിന് മരിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനെപ്പറ്റിയുള്ള ധ്യാനമാണ് ആരാധന എന്ന് പറയുന്നത്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ചേർച്ചിൻ ഇപ്രകാരമാണ് പറയുന്നത്: തിരുമണിക്കൂർ ആരാധന എന്നാൽ രക്ഷാകര പദ്ധതിയിലുള്ള പങ്കുചേരലാണ്. ഈശോയുടെ പീഡാസകന മരണ ഉത്ഥാനത്തിലുള്ള പങ്കുചേരലാണ് ഈ ആരാധന. ഇവിടെ ആയിരിക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഓരോരുത്തരും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധിച്ച് ഈശോയുടെ പീഡാസകന മരണത്തെപ്പറ്റി ധ്യാനിച്ച് ആത്മീയമായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ചൊരിയാത്ത കൃപകളുമില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം